നമസ്കാരം. പുത്താമ്പള്ളി ചന്ദ്രശേഖർ മാസ്റ്റർ വീവർ. ഇന്ന് കൈത്തറി ഡേ, നാഷണൽ കൈത്തറി ഡേ ആണ്. അതിനുവേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ഇടാൻ പോകുന്നത്. ഇത്രയും ദിവസം ഹാൻഡ്ലൂം കളക്ഷന് കൊടുത്ത ഇതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. വരൂ, ഞങ്ങൾ കൈത്തറി ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഇത് നമ്മുടെ പാരമ്പര്യമായുള്ള തൊഴിലാണ്. മുൻ അച്ഛൻ, എൻ്റെ മുത്തശ്ശൻ എല്ലാവരും കുഴിത്തറിയിലായിരുന്നു നെയ്യുന്നത്. അതേപോലെ ഇപ്പോഴും ഞങ്ങൾ കുഴിത്തറിയിലാണ് നെയ്ത് വരുന്നത്. ഇങ്ങനെ കുഴിത്തറി നെയ്യാൻ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇക്കൊല്ലം മഴ കൂടുതലായതുകൊണ്ട് ഞങ്ങളുടെ ഈ കുഴിയിൽ വെള്ളം കയറി കുറച്ച് ദിവസം നെയ്ത്തൊക്കെ നിർത്തിയിട്ടാണ് വീണ്ടും വെള്ളം ഇറങ്ങിയ ശേഷം ഇപ്പോൾ നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഓരോ വലി, രണ്ട് കാല്, രണ്ട് കൈ ഇങ്ങനെ വലിച്ചുകൊണ്ടേ പോകണം. ഈ വെള്ളി ഞങ്ങൾ നിർത്താതെ ചെയ്യണമെങ്കിൽ ഈ നൂല് ഇതുപോലെ 42,000 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടൽ, ഇതാണ് നെയ്ത്തിന്റെ ഷട്ടൽ. 22 വലി എന്ന് പറയും ഞങ്ങൾ. അങ്ങനെ 22,000 വലി. അതിനുള്ള ഉദാഹരണം 1 ഇഞ്ചിക്ക് 88 പ്രാവശ്യം ഇങ്ങനെ വലിക്കണം. ഇത് വെച്ച് 1, 2 അങ്ങനെ 88 പ്രാവശ്യം വലിച്ചാലാണ് 1 ഇഞ്ചാവുന്നത്. അതുപോലെ 250 ഇഞ്ചാണ് നമ്മുടെ സാരി 6.5 മീറ്റർ. അപ്പൊ നിങ്ങൾ തന്നെ കാൽക്കുലേഷൻ ചെയ്യുക എത്ര പ്രാവശ്യം വലിക്കണം എന്നുള്ളത് മനസ്സിലാവും. അതാണ് കൈത്തറി നേച്ചുറൽ. ഇതാണ് നെയ്ത്തറി സ്റ്റൈലിൽ 5 പലകയുണ്ട്. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എടുക്കാം, ഇങ്ങനെ എടുക്കാം. ഓരോന്ന് വലിച്ചുകൊണ്ട് പോയാൽ ഇത് നെയ്യാൻ പറ്റുള്ളൂ. ഇതാകുമ്പോഴാണ് നമ്മുടെ കളറുള്ളത്. ഇത് ഷട്ടില്. ഈ കളറ് നെയ്യാനുള്ളതൊക്കെ ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെ ഇട്ട് ഇതില് ഓരോ 4 ഇഞ്ച് നെയ്തിട്ട് ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും ഇപ്പോൾ ഇത്രയും ചാക്കുകൾ വാങ്ങുന്നുണ്ട്. ഏകദേശം 22 കിലോ ഓരോ 4 ഇഞ്ച് കഴിയുമ്പോഴും ചുറ്റിയാലേ അത് നടക്കുള്ളൂ. എന്നാലും അങ്ങനെ കയറി വരും. പിന്നെ കോലെല്ലാം കൂടി പിന്നെ ഇറക്കി വിടും. അങ്ങനെ 6 സാരി കഴിഞ്ഞാൽ കോഴി തീരും. പിന്നെ വേറെ വന്ന് പിടിപ്പിക്കണം. കുഴിത്തറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടുപ്പോളം കാലെല്ലാം ഉള്ളിൽ വെച്ചിട്ട് മുകൾ ഭാഗത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യണം. ഇതിന്റെ പേര് കണ്ടിക്ക എന്ന് പറയും. ഇത് ഏകദേശം ഒരു 40 വലി കഴിഞ്ഞാൽ തീരും. പിന്നെ വേറെ തീരുമ്പോൾ ഇങ്ങനെയാവും. പിന്നെ വേറെ എടുത്ത് വെച്ച് നെയ്യേണ്ടി വരും. ഇത് കസവ് ചെയ്യുമ്പോൾ കസവ്, നൂല് നെയ്യാനുള്ള നൂല് ചെയ്യുമ്പോൾ നെയ്യാനുള്ള നൂല്. അങ്ങനെ ഓരോ പേര് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നൂല് ഇത് കഞ്ഞിയിൽ ഇട്ടിട്ടാണ് നൂല്, കോട്ടൺ ഇട്ടിട്ട് കഞ്ഞിയിൽ എടുത്ത് വെച്ചിട്ടാണ് നെയ്യുന്നത്. അതേപോലെ മഴ പെയ്തു തുടങ്ങിയാൽ നമുക്ക് പാവ് പഞ്ഞായി പോവും, നെയ്യാൻ ബുദ്ധിമുട്ടാവും. ഓടം പിന്നെ കോട്ടന നൂലായതുകൊണ്ട് പഞ്ഞായാലും കുഴപ്പമില്ല, നെയ്യാൻ പറ്റും. ഇതിൽ പിടിപ്പിക്കുന്ന കഞ്ഞി പോവും. പശ പിടിപ്പിച്ചിട്ട് ഷീറ്റിലിട്ടിട്ട് പിടിപ്പിച്ചാണ് പാവ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പശ പോയി കഴിഞ്ഞാൽ നെയ്യാൻ ബുദ്ധിമുട്ടാവും. ആ പാവ് അങ്ങനെ കളി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് കൈത്തറി മേഖല. അത് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ ആഗസ്റ്റ് 7-ാം തീയതി കൈത്തറി ഡേ ആയിട്ട് ആവശ്യിക്കുന്നത്. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. എല്ലാവർക്കും കൈത്തറി ഡേ ആശംസകൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി കൈത്തറിക്ക് സപ്പോർട്ട് ചെയ്താൽ കൈത്തറി നിലനിന്ന് പോകും. ഇന്ന് ഏകദേശം 50 വയസ്സിന്റെ മുകളിലുള്ളവർ മാത്രമാണ് ഈ തൊഴിൽ ചെയ്യുന്നത്. ഇതിനെ വിദ്യാർത്ഥിയാന്തിയുള്ള ബെനിഫിറ്റ് ഇല്ല. ഇങ്ങനെ വലിച്ചു പോയെങ്കിൽ ഒരാഴ്ചയ്ക്ക് 2 സാരി, ഒരു സാരി നെയ്താൽ ഏറെക്കുറെ ഒരു 600-700 ഇടയിലാണ് കൂലി കിട്ടുന്നത്. ഒരു ദിവസം 300 രൂപ കൂടി വരുമാനം ഇല്ലാത്തത് കൊണ്ട് മൂല്യവർദ്ധന ഉൽപ്പാദനങ്ങൾ ഞാൻ ഉൽപ്പാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഞാൻ കുറെ മുന്നിലുള്ള വീഡിയോകളിൽ പുട്ടാവ്, കസ വെച്ചുള്ള ഡിസൈൻ സാരി, ടെമ്പിൾ സാരിയെല്ലാം ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൈത്തറി സപ്പോർട്ട് ചെയ്യുക, കൈത്തറി ഡേ ആഘോഷിക്കുക. എല്ലാവരും ഈ വീഡിയോ കണ്ട് അത്രയും സഹായിക്കുക. കുഴിത്തറിയിലെ ചവിട്ട് കളിക്കാൻ ശ്രമിക്കുക. മൂല്യവർദ്ധന ഉൽപ്പാദനവും വെഡ്ഡിങ് സാരി ഐറ്റം എല്ലാവർക്കും എടുക്കുന്നത് ഇതാണ്. ഇത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചവിട്ടുമ്പോൾ ഈ കാട് കറങ്ങുമ്പോൾ ഈ ചെറിയ ഷട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കൊണ്ടുപോയി നെയ്യുന്നു. ഇതിൽ പലക 5 ഇഞ്ച് വീതം നെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് പുടമരം ഇതിന് ചുറ്റും
ഇത് ചുറ്റി കയറ്റുമ്പോൾ ഇത് ഇവിടെ കാണുന്ന ഓരോന്നിലും 4 കിലോ വെച്ചിട്ടാണ്. അപ്പോൾ മൊത്തം 12 കിലോ. ഓരോ 4 ഇഞ്ച് നീളും കറങ്ങി ഇങ്ങനെ ചുറ്റിയിട്ട് കയറ്റിയിട്ട് വേണം പിന്നെ ഇതിങ്ങനെ തള്ളി വെച്ചിട്ട് നെയ്യാൻ. അങ്ങനെ ആ കോൽ ഇവിടെ എത്തുമ്പോൾ വീണ്ടും നിന്ന് ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ തൊഴിലാളി ചെയ്ത പോലെ ചെയ്യും. ഇത് അതേ കസവ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചരട്, ഒരു ഇല എന്ന് പറയുന്നത് അത് പൊട്ടിപ്പോയി. അപ്പം അത് പൊട്ടിപ്പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈവച്ചാൽ ഇതിൽ ചരടില്ല. ആ ചരട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് വേറൊരു ചരടും കൂടി വെച്ച് ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടിട്ട് പിന്നെ നെയ്യാൻ. അല്ലെങ്കിൽ ഇതുപോലെ കാണും. ഇതെങ്ങനെയുണ്ട്, ഇതിങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പം ഈ ചരടാണ് ഇത്. ഇതുപോലെ ഇതിൽ 2400 ചരടും 750 കസവിൻ്റെ ചരടും കൂടി കളറ് 80 ഇതിലുള്ള ഈ രീതിയിലുണ്ട്. ഇതാ കുഴിത്തിരി പറഞ്ഞാൽ കുഴീൻ്റെ ഉള്ളിൽ ഞാൻ എടുത്തിട്ട് ഇതിലൊരു ചവിട്ട്, ഇതിലൊരു ചവിട്ട്, ഇത് ചവിട്ടി ഇങ്ങനെ ഇത് സൈക്കിൾ അങ്ങോട്ട് പോകും, ഇത് ചവിട്ടി സൈക്കിൾ ഇങ്ങോട്ട് പോകും. പിന്നെ ഈ അറ്റത്തുള്ള ചവിട്ടിയാലാണ് നമ്മൾ കര വെക്കണം, ഈ ലൈൻസ് വെക്കണം. ഓരോ 4 വിരൽ കൂടുമ്പോഴും ഈ പല്ലും ഇതും എടുത്ത് ഈ മുള്ളിങ്ങനെ വെച്ച് പോയാലാണ് നമുക്ക് നെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നെയ്യാൻ പറ്റില്ല. ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് കുറേ നൂലുകൾ പൊട്ടിപ്പോകും. അപ്പോൾ അന്നത്തെ ദിവസം പണി മെനക്കാടാവും, എല്ലാം കൊണ്ട് കൂട്ടി പിടിപ്പിച്ചിട്ട് വേണം നെയ്യാൻ തുടങ്ങാൻ. ഇത് ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ കോലെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇതാ അവിടെ നമ്മുടെ വേറൊരു തൊഴിലാളി ചെയ്യുന്നത് നിന്നിട്ട് സ്റ്റാൻഡ് തരും. ഇപ്പോൾ അതാണ് ഫാഷൻ. അത് നിലത്തിരുന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ചെയ്യാനോ അല്ലെങ്കിൽ നെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അതാകുമ്പോൾ മേലെ ഇരുന്ന് നെയ്യും ചെയ്യാം, മേലെ ഇരുന്ന് എല്ലാം തുടങ്ങും ചെയ്യാം. അപ്പം അതുപോലുള്ള പ്രായമുള്ളവരാണ് ഇപ്പോൾ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അപ്പുറത്തെ തരയിൽ നമ്മുടെ ടെമ്പിൾ ഡിസൈൻ, ഓരോ കളർ ചോയ്സ് കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇത് സെറ്റ് മുണ്ടുണ്ട്, സാരിയുണ്ട്. ഇത് കൂലിയും കൂടുതൽ കിട്ടും. ഒരാഴ്ചക്ക് ഒരു സാരി എന്ന് വെച്ചാണ് ഇതിൻ്റെ കണക്ക്. അതിൻ്റെ വീണ്ടും നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, ഇന്ന് നാഷണൽ കൈത്തറി ഡേ ആണ്, ഹാൻഡ്ലൂം ഡേയ്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഈ തൊഴിൽ നിർത്തണമെങ്കിൽ, എന്നും നെയ്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കേരളത്തിൽ ഏകദേശം 3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ 1.5 കോടിയോളം പെൺകുട്ടികളുണ്ട്. ഒരു 50 ലക്ഷം ആളുകൾ എടുത്താൽ നമ്മൾ കൈത്തറി നിലനിൽക്കും. കൃഷി കഴിഞ്ഞാൽ കൈത്തറി ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള തൊഴിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. 4x4 ടിഷ്യൂ സാരിയാണ്. ഓരോ 6 സാരി തീരുമ്പോഴും ഞങ്ങൾ ഷീറ്റിൽ കൊണ്ട് ഇട്ടിട്ട് 6 പേര് വേണം നിർബന്ധമായിട്ട് ഇത് കറക്കിയെടുക്കാൻ. കറക്കിയെടുത്ത് ഇത് 2400 ഇടാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ തീരുമ്പോൾ ഓരോ ഇട ഇതിൽ നിന്നും അതിനെടുത്ത് പിടിപ്പിച്ചിട്ട് ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ നെയ്യാൻ. അടിയിൽ കസവ് ടിഷ്യൂ ആയതുകൊണ്ട് ഇത് ഏകദേശം 20 കിലോളാണ് നമ്മുടെ വെയിറ്റ്. ഓരോ 4 ഇഞ്ച് നെയ്യുമ്പോഴും പടം വരുമ്പോൾ അപ്പോൾ ഇത് കൊണ്ട് അങ്ങോട്ട് വിൽക്കാൻ പോവാണ്. നല്ല ക്ഷമയും നല്ല അധ്വാനവും മാൻ പവറും ഉള്ള ഒരു തൊഴിലാണ് നമ്മുടെ തൊഴിൽ. എത്ര ക്ഷമയോടുകൂടി കൊണ്ടുപോകുന്നുണ്ട്. എവിടെയെങ്കിലും പെട്ട് 1-2 ഇടകൾ 10 ഇടകൾ പൊട്ടിയാൽ നമുക്ക് ഒരു ദിവസം മെനക്കേടാവും. ഇനി ഓരോന്നായിട്ട് ഇതിൽ കയറ്റി ഇത് ചക്രകാടം, വിധിപലക എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് നീങ്ങുന്നത്. ഇതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല.